വോട്ടർ അധികാർ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള പദയാത്ര പട്നയിലെ ഗാന്ധി മൈതാനിൽ നിന്ന് രാവിലെ 11 മണിക്കാണ് തുടങ്ങുക. ഗാന്ധി മൈതാനിൽ നിന്ന് വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, കഴിഞ്ഞ 16 ദിവസമായി വോട്ടർമാരെ നേരിട്ട് കണ്ട് പൊതുജനങ്ങളെ നേരിട്ട് കണ്ട് ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണം അവർക്ക് മുമ്പിലേക്ക് നിരത്തിയതിൻ്റെ തെളിവുകളടക്കം അവർക്ക് മുമ്പിൽ വിശദീകരിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര അത് വലിയ രാഷ്ട്രീയ വിജയമായി എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. BJPയുടെ പരിഹാസമൊക്കെ അതിനിടയിൽ നമ്മൾ കേട്ടെങ്കിലും ഇന്നത്തെ സമാപന പരിപാടികൾ എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നത് വിനീത? വെരി ഗുഡ് മോർണിംഗ് ടി കെ സ്മിത. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്നയിലുള്ള ഈ ഗാന്ധി മൈതാനിലാണ്. ഇവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതിരാവിലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഈ ഗാന്ധി മൈതാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ കൊടിതോരണങ്ങളുണ്ട്, അവർ ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വോട്ടധികാർ യാത്രയ്ക്ക് വലിയ പിന്തുണയുമായി ബീഹാറിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഈ ഗാന്ധി മൈതാനത്തിലേക്ക് രാവിലെയോടുകൂടി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ്. ഇവിടെ പ്രായവ്യത്യാസമില്ല, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്. ഇങ്ങനെ എല്ലാ ആളുകളും രാവിലെയോട് ഇവിടെ എത്തിയിരിക്കുകയാണ്. किधर से आया? गया से। हाँ मॉर्निंग में आया। हम लोग मुकेश सहनी की तरफ से आए हैं। हाँ, मुकेश सहनी को डिप्टी CM बनाना है। हाँ, अधिकार यात्रा का पूरा सपोर्ट है? हाँ पूरा सपोर्ट है 100%। हाँ, किधर से आए? VIP पार्टी से आए। गया में आए ना वो? गया जिला से आए हाँ। और पूरा सपोर्ट है? पूरा सपोर्ट है हम लोग का। VIP पार्टी से, हम दिन समाज से हैं। कितना लोग आपका साथ आया गया में? 150 लमसम गया से आए हैं। और डिप्टी CM का बनाने का उपदेश है। इनमें पूरा सपोर्ट है आपका? पूरा टीम इधर आएगा? पूरा टीम आए। ओके। पूरा गया में? हम मुजफ्फरपुर जिला से हम लोग आए हैं और माननीय कब आया? मॉर्निंग में? ये नाइटे में आ गए हैं मैम। हम लोग पार्टी के कार्यकर्ता और समर्थक भी है। आप नाइट आया ना? जी सर, मैं भी मुजफ्फरपुर से साथी। दादाजी आप किधर से आया? भागलपुर जिले से आए हैं, साकुंड थाना से। हाँ। कब आया? मॉर्निंग में? भोर में अनहारे में आए हम लोग। ओके। हम लोग मुकेश सहनी की पार्टी से आए हैं। ഓക്കെ. അതാ ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള, ഗയയിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ബീഹാറിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിൽ ചില ആളുകൾ പറഞ്ഞ അവർ രാത്രിയൊക്കെ തന്നെ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്, ഈ ഗാന്ധി മൈതാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഗാന്ധി മൈതാനത്ത് നടക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഈ വോട്ടധികാർ യാത്രയുടെ ഭാഗമായിട്ടുള്ള പദയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഈ മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ കൊടിതോരണങ്ങളുണ്ട്, അവരുടെ പ്രവർത്തകരുണ്ട്, അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. രാവിലെയോടുകൂടി വലിയ പിന്തുണയുമായി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ ഈ ഗാന്ധി മൈതാനത്തേക്ക് എത്തുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ പൊതുവേദിയാണ്, ഇവിടെയാണ് പരിപാടികൾ നടക്കുക. ഗാന്ധി മൈതാനിലെ ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ആദ്യം പുഷ്പാർച്ചന സമർപ്പിക്കും. അതിനുശേഷമാണ് ഈ പദയാത്ര ആരംഭിക്കുന്നത്. 11 മണിയോടുകൂടി ഈ പദയാത്ര ആരംഭിക്കും. അത് അവസാനം അംബേദ്കർ സ്റ്റേഡിയത്തിൽ, അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലാണ് അവസാനിക്കുക. ഏതാണ്ട് 45 മിനിറ്റോളം പദയാത്ര ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന അത്ര ദൂരം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ടി.കെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 14 ദിവസം ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ, ഏതാണ്ട് 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര കടന്നുപോയത്. അത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും വലിയ ജനപിന്തുണ ആ യാത്രയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. വിവിധ മേഖലകളിൽ കുട്ടികളടക്കം എത്തി രാഹുൽ ഗാന്ധിക്ക് അവർ കൈകൊടുക്കുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അവർ വരച്ച ചിത്രങ്ങൾ നൽകുന്നുണ്ട്. ഇങ്ങനെ വോട്ട് കൊള്ളയ്ക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ ആദ്യഘട്ടത്തിൽ ചില തെളിവുകൾ പുറത്തേക്ക് വിടുന്നു. പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയുമായി ബീഹാറിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ബീഹാറിൽ ഇത്രയും വലിയൊരു പ്രക്ഷോഭം ഈ അടുത്ത കാലത്ത് ഉണ്ടായേക്കില്ല. അത്രമാത്രം വലിയൊരു ജനപിന്തുണയാണ് നമുക്ക് ഈ യാത്രയിലുടനീളം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 14 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 1300 കിലോമീറ്റർ താണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പട്നയിലെ ഗാന്ധി മൈതാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അതിരാവിലെ തന്നെ മൈതാനം പൂർണ്ണമായും സജീവമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ പിന്തുണയുമായി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ മഹാരാഷ്ട്ര, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നൊക്കെയുള്ള സമാനമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് ഈ വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പദയാത്ര ആരംഭിക്കും. പദയാത്രയോടുകൂടി
ഇതോടുകൂടി വോട്ടറധികാർ യാത്രയ്ക്ക് സമാപനമാവുകയാണ്. തുടർ പ്രതിഷേധങ്ങൾ, തുടർ പ്രക്ഷോഭങ്ങളൊക്കെ ഇന്ത്യ മുന്നണി സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം യാത്രയിൽ അണിനിരുന്നതോടുകൂടി ഇന്ത്യ സഖ്യം അവരുടെ ശക്തി കൂടി ബീഹാറിൽ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെയോടുകൂടി എത്തിയിരിക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തകരൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ ഗാന്ധി മൈതാനം പൂർണ്ണമായും ഒരു പദയാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നു. ടി കെ വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്. വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും ദിവസം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അവിടെ കിട്ടിയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാവുകയാണ്. അതിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കും, അതൊരു വലിയ ശക്തി പ്രകടനം കൂടിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും വിശേഷിച്ചു അവരുടെ ഒരു ലക്ഷ്യം തന്നെയാകുന്നത്. ഇന്ന് രാവിലെ മുതൽ ഒരുപാട് പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.